നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പൈത്തൺ പ്രോഗ്രാമേഴ്സിന്, ഫ്രഷേഴ്സ് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമേഴ്സിനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത് ടെക്നോ പാർക്കിലുള്ള നല്ലൊരു കമ്പനി നൽകുന്ന അവസരം. അപ്പോൾ ഈ അവസരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ 2024-25 പാസ് ഔട്ട് സ്റ്റുഡൻസിനെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ പൈത്തൺ ഒരു ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളവരെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള വേക്കൻസി ധാരാളം കാണുന്നുണ്ട്, പക്ഷേ ഫ്രഷേഴ്സിന് അവസരങ്ങൾ കുറവാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കാര്യത്തിലൊരു പരിഹാരം കൂടിയാണിത്. പൈത്തൺ പഠിച്ചിട്ടുള്ള ഫ്രഷേഴ്സിനാണെങ്കിൽ നല്ലൊരു സുവർണ്ണ അവസരം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഈ വേക്കൻസി ഉള്ളത്. ഫ്രഷേഴ്സ്, അതായത് 2024-25 വർഷം പാസ് ഔട്ടായ സ്റ്റുഡൻസിനുള്ളതാണ്. റീസെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഓപ്പർച്യൂണിറ്റി ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. 24-25 നേടിയിട്ടുള്ള നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി, കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ബേസ്ഡ് ഡിഗ്രി, അല്ലെങ്കിൽ ഒരു PG, അതുമല്ലെങ്കിൽ ഈക്വലൻ്റ് എന്തെങ്കിലും ഒരു യോഗ്യത, അതായത് BCA പോലത്തവർക്ക് അപ്ലൈ ചെയ്യാം. BSc കമ്പ്യൂട്ടർ സയൻസ്, BTech IT, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. 24-25 വർഷമുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടേക്കുന്ന എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ നല്ല നോളജ് വേണം. അതുപോലെ ഡിജാങ്കോ പോലെയുള്ള ഫ്രെയിം വർക്കുകളിൽ നിങ്ങൾക്ക് നല്ല ഒരു ധാരണയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പൈത്തൺ യൂസ് ചെയ്തുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഊപ്സ് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. അതുപോലെ തന്നെ ഡേറ്റ സയൻസുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു നോളജ് ഉള്ളവരെയാണ് ഇവർ നോക്കുന്നത്. അതുപോലെ തന്നെ SQL നോളജ്, HTML, CSS, ജാവാസ്ക്രിപ്റ്റിലും ഒക്കെ നല്ല നോളജ് ഉള്ളവരെയാണ് ഇവർ പ്രത്യേകമായിട്ട് പരിഗണിക്കുക. അതുപോലെ APIകളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി, റസ്റ്റ് ഫ്രെയിം വർക്കൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവ്, ഈ ബേസിക് കാര്യങ്ങളും പ്ലസ് ഒരു ജനറൽ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സും ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്നോ പാർക്കിനുള്ളിലുള്ള കമ്പനി തന്നെയാണ് ഈ റീസെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മെയ് 23 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം മെയ് 23, 2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ID നിങ്ങളുടെ റെസ്യൂമേ അയയ്ക്കുക. ഈ ഓപ്പർച്യൂണിറ്റി സബ്ജക്റ്റിൽ ഇത് ഏതാണ് ഓപ്പർച്യൂണിറ്റി, അതായത് പൈത്തൺ ഫ്രഷർ എന്നൊക്കെ സബ്ജക്റ്റിൽ വെച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു റെസ്യൂമേ, അതും നല്ല ലേറ്റസ്റ്റ് ആയിട്ട് പൈത്തൺ നിങ്ങൾക്കറിയാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത് വേണം. പലരും റെസ്യൂമേ അയക്കാൻ പറയും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു റെസ്യൂമേ എടുത്ത് അയക്കും. അങ്ങനെയല്ല വേണ്ടത്. ആ റെസ്യൂമേക്കകത്ത് പൈത്തൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, എന്തെങ്കിലും പ്രോജക്റ്റ് പൈത്തണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇത് കാണുന്ന ആൾക്ക് ഫീൽ ചെയ്യണം പൈത്തണിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട് എന്ന്. അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ച ഒരു റെസ്യൂമേ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള ഇമെയിൽ ID സെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. മെയ് 23 ആണ് അവസാന ദിവസം. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യുക. അവസാന ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ട. പല കമ്പനികളും ചെയ്യുന്നത് ആദ്യം വരുന്ന വേക്കൻസികളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ആൾക്കാരെ വിളിക്കും. അതിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉള്ളൊരു കാൻഡിഡേറ്റിനെ കിട്ടിയാൽ ഒരുപക്ഷെ പിന്നീടുള്ളവരെ കൺസിഡർ ചെയ്യണമെന്ന് പോലുമില്ല. അതുകൊണ്ട് മെയ് 23 എന്ന് കണ്ട് അവിടെ വരെ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് റെസ്യൂമേയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് അത് അയക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പൈത്തൺ മേഖലയിൽ ഒരു തൊഴിൽ നോക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് ലൈക്കൊക്കെ തന്നാൽ അതൊരു പ്രോത്സാഹനമായിരിക്കും എനിക്ക്. ഞാൻ എല്ലാ ദിവസവും ഇത്തരം കരിയർ റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് റിലേറ്റഡ് വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ധൈര്യമായി കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഇടുക. ഞാൻ ഉറപ്പായിട്ടും മറുപടി തരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പൈത്തണിലൊക്കെ താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാമെന്നൊരു സംശയം മനസ്സിലുണ്ട് എങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.